കോഴിക്കോട് നിന്നും ഗോകുൽ കൂടി ചേരുകയാണ്. ഗോകുൽ, കോഴിക്കോട്ടെ രഞ്ജിത്തിന്റെ വീടിന് മുന്നിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വയനാട് നിന്നും രഞ്ജിത്ത് കോഴിക്കോട്ടേക്ക് തിരിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ വ്യക്തതയില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നിലവിൽ പോലീസ് വീടിന് മുന്നിൽ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രഞ്ജിത്ത് വയനാട്ടിലെ ഒരു റിസോർട്ടിലായിരുന്നു. ആ സമയത്തൊക്കെ വിവിധ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് രഞ്ജിത്തിന് നേരെ, രഞ്ജിത്ത് താമസിക്കുന്ന സ്ഥലത്ത് അതിനു മുമ്പിലേക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് രഞ്ജിത്തിന്റെ ഒഫീഷ്യൽ വാഹനത്തിൽ നിന്ന് നെയിം ബോർഡുകളൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് രഞ്ജിത്ത് അവിടെ നിന്ന് ഇറങ്ങി എന്ന തരത്തിലുള്ള ഒരു വാർത്തകൾ പരന്നിരുന്നു. ആ ഘട്ടത്തിലാണ് തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിൽ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം, യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ രഞ്ജിത്തിന്റെ വീടിന്റെ മുമ്പിൽ വെച്ചത്. കോഴിക്കോട് ചാലപ്പുറത്തുള്ള രഞ്ജിത്തിന്റെ വസതിക്ക് മുമ്പിൽ 20ഓളം വരുന്ന പോലീസ് സേനാംഗങ്ങൾ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ വയനാട് നിന്ന് കോഴിക്കോടേക്ക് രഞ്ജിത്ത് എത്തിയിട്ടില്ല. ഇറങ്ങിയ സമയത്താണ് വയനാട് നിന്ന് ഇറങ്ങി എന്ന് പറയുന്ന സമയവും കോഴിക്കോടേക്ക് എത്താനുള്ള സമയവും വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇതിനോടകം തന്നെ ഇവിടെ എത്തേണ്ട സാഹചര്യം കഴിഞ്ഞു. എന്നാൽ അദ്ദേഹം ഇതുവരെ കോഴിക്കോട് വീട്ടിലെത്തിയിട്ടില്ല. അതിനെ തുടർന്ന് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഒരുപക്ഷെ രഞ്ജിത്ത് രാജിവെക്കാനുള്ള അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ യുവജന സംഘടനകളൊക്കെ ഒന്ന് പിൻവാങ്ങിയ ലക്ഷണമാണ് കാണുന്നത്. അവരുടെ ഭാഗത്ത് ഇന്ന് രാത്രി പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പോലീസ് വീടിന് മുമ്പിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. എന്നാൽ തുടർ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും തന്നെയാണ് നിലവിലുള്ളത്. യൂത്ത് കോൺഗ്രസും യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് DGP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ സർക്കാർ രഞ്ജിത്തിൽ നിന്ന് രാജി ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ പല കോണുകളിൽ നിന്ന് വരുന്നു. അത് ഇന്ന് രാത്രി തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാവാനുള്ള സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രഞ്ജിത്തിന്റെ കോഴിക്കോടെ വസതിക്ക് മുമ്പിൽ സുരക്ഷ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ രാജിവെക്കാനുള്ള ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്ന വാർത്തകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ നിന്ന് സുരക്ഷ പിൻവലിച്ചതായിട്ട്, അല്ലെങ്കിൽ പോലീസ് അവിടെ നിന്ന് പിൻവാങ്ങിയ ഒരു സാഹചര്യമാണ് കോഴിക്കോട് രഞ്ജിത്തിന്റെ വീടിന്റെ വസതിയിൽ മുമ്പിലുള്ളത്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.